Hello everybody, in this video we will see sustainable engineering. Sustainable engineering is the process of designing or operating systems such that they use energy and resources sustainably. In other words, at a rate that does not compromise the natural environment or the ability of the future generations to meet their own needs. So in sustainable engineering, we need to design and operate systems sustainably. So that means നമ്മളൊരു സിസ്റ്റം എന്ത് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് സിസ്റ്റമാണോ അല്ല മറ്റെന്ത് സിസ്റ്റം ആണെങ്കിലും അത് ഡിസൈൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് സസ്റ്റൈനബിളി ആയിരിക്കണം. ബിക്കോസ് നമ്മളെ ഫ്യൂച്ചർ ജനറേഷനിലുള്ള ജനങ്ങൾക്കും ഇറ്റ് ഷുഡ് ബി ദേ ഓൾസോ ഷുഡ് ബി ഏബിൾ ടു ലിവ് ഹിയർ പീസ്ഫുള്ളി. ഇറ്റ് ഈസ് ദി മോറൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി സിറ്റിസൺ ടു ഹാൻഡ് ഓവർ ദിസ് എർത്ത് ആൻഡ് സറൗണ്ടിങ് ആൻഡ് അറ്റ്മോസ്ഫിയർ ടു നെക്സ്റ്റ് ജനറേഷൻ. ഹൗ വി ഗോട്ട് ഇറ്റ്. സോ നമുക്കെങ്ങനെയാണ് നമ്മൾ വരുന്ന സമയത്ത് ഈ ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നത്, അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായിരുന്നത്, സറൗണ്ടിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ നമുക്ക് അടുത്ത ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യണം. അതൊരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെല്ലാവരുടെയും. അതിനെ പറ്റിയിട്ടുള്ളൊരു പഠനമാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ഫോക്കസ് ഓൺ ദി ഫോളോയിങ്: വാട്ടർ സപ്ലൈ, ഫുഡ് പ്രൊഡക്ഷൻ, ഹൗസിംഗ് ആൻഡ് ഷെൽട്ടർ, waste, sanitation and waste management, energy development, transportation, industrial process, development of natural resources, cleaning up polluted waste sites, etc. Okay, and also restoring, planning projects to reduce environmental and social impacts, restoring natural environments such as forest, lakes, streams, etc. So water supply, നമ്മൾ വാട്ടറിൻ്റെ യൂസേജ് എക്സസൈസ് യൂസ് ചെയ്യാൻ പാടില്ല. ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ട് വിൽ ഹാപ്പൺ ഈസ് ഇറ്റ് വിൽ സ്പോയിൽ ദിസ് സോയിൽ ആൻഡ് ഇൻ ഫ്യൂച്ചർ വി മേ നോട്ട് ബി ഏബിൾ ടു ഡു കൾട്ടിവേഷൻ. ഇപ്പം ഫുഡ് പ്രൊഡക്ഷനുള്ള നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചറിന് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ച് വേണം അഗ്രികൾച്ചർ ചെയ്യാൻ. പിന്നെ ഹൗസിംഗ് ആൻഡ് ഷെൽട്ടർ. ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്ക് നമ്മൾ കല്ല് മറ്റും ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് എല്ലാ കല്ലും മറ്റ് ബ്രിക്സൊക്കെ നമ്മളിപ്പം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലുള്ള ജനങ്ങൾക്ക് ഹൗസ് കൺസ്ട്രക്ഷനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കില്ല. സാനിറ്റേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു വലിയ ഇഷ്യൂ ആണ്. ബിക്കോസ് നമ്മൾ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ വേയിൽ ഡിസ്പോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കോസിസ്റ്റത്തിനെ മുഴുവൻ ബാധിക്കും. അതേപോലെ ഫ്യൂച്ചറിൽ പലതരത്തിലുള്ള ഇഷ്യൂസ്, ഫ്ലഡ്, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനർജി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജീൻ്റെ യൂസേജ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യണം. ബിക്കോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇപ്പം ഫോസിൽ ഫ്യൂൽസൊക്കെ നമ്മൾ എക്സസൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലെ ജനങ്ങൾക്ക് അതിനുള്ള എനർജി ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സോഴ്സസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ലൈക്ക് റിന്യൂവബിൾ എനർജി, സോളാർ എനർജിയോ അങ്ങനത്തെ എന്തെങ്കിലും, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഇപ്പം മാസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇപ്പം ബസ്സസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡിവൈസ് ട്രാൻസ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സ്വന്തം വലിയ SUVകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺസ്യൂം മോർ ഫ്യൂവൽ. ദെൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ക്ലീനിങ് അപ്പ് ഓഫ് പൊല്യൂട്ടഡ് വേസ്റ്റ് സൈറ്റ്, റിസ്റ്റോറിങ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്സ് എക്സെട്ര. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഈസ് സസ്റ്റൈനബിലിറ്റി. Sustainability is a social goal for people to coexist on Earth over a long time. It is a social goal just to so that people can coexist on this Earth for a long time. Sustainability usually has 3 dimensions or pillars: environmental, economic, or social. So these 3 pillars are supporting the sustainability: social, economical, and environmental. And these are also called 3 E's of sustainability, 3 dynamics of sustainable communities. So these are the different terms. Meaning is same. So if it is 3 E's, it is ecology, economy, and equity. So ecology, economy, and equity provide a framework for the communities
to explore and anticipate how the choices they make today affect tomorrow. നമ്മൾ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഭാവിയിൽ മറ്റ് ജനറേഷനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. A sustainable community uses its resources to meet current needs while ensuring that adequate sources are available for future generation. It involves all its citizens in an integrated long-term planning process to protect the environment, expand economic opportunities and meet social needs. അതിൽ 3 ഈസിൽ ഫസ്റ്റ് വൺ ഈസ് എക്കണോമി ഈസ് ദി മാനേജ്മെൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ടു മീറ്റ് ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി നീഡ്സ്. സോ ഈ എക്കണോമിയിൽ നമ്മൾ ഒരു ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് എന്ത് ടു യൂസ് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിന് ഒരു ഒപ്റ്റിമൽ എമൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യണം. എക്സസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല അത്, സോ ദാറ്റ് നമുക്ക് വേണ്ടത്ര കിട്ടാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഒപ്റ്റിമൽ എമൗണ്ടിൽ യൂസ് ചെയ്തിട്ട് നമ്മളത് പ്രിസർവ് ചെയ്ത് വെക്കണം. അതാണ് എക്കോണമി. ദെൻ എക്കോളജി, ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് relationship between living things and their environment. So it is something related to environment. We all know our shoe size. നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഷൂ സൈസ് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ സൈസ് എന്താണെന്ന് അറിയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോ ആളും ഉണ്ടാക്കുന്ന എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് എന്താണെന്ന് അറിയില്ല. വി ഡോണ്ട് നോ ദി സൈസ് ഓഫ് എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് which we make. Ecological footprint എന്നാൽ ecological footprint is a method that determines how dependent humans are on natural resources. നമ്മൾ ഒരു മനുഷ്യർ ഓരോ വ്യക്തിയും നാച്ചുറൽ റിസോഴ്സിനെ എത്ര ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മെഷറാണ് എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ്. നമുക്കത് അറിയില്ല. സോ വി നീഡ് ടു നോ വാട്ട് ടൈപ്പ് ഓഫ് ഇമ്പാക്ട് വി ആർ മേക്കിംഗ് ഓൺ സറൗണ്ടിങ്സ്. Or ecological footprint is the measure that indicates how much resources from the environment are required to support a specific way of life for business. The amount of air, land, water it takes to support us. For example, ഒരു വ്യക്തി, ചില ആളുകൾ സ്വന്തം വണ്ടികളിൽ യാത്ര ചെയ്യും, ചില ആളുകൾ ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളാണ് യാത്ര ചെയ്യുക. സോ ഓരോ ഇൻഡിവിജ്വൽസ്, അപ്പം ചില ആളുകൾ ഇപ്പോൾ സ്വന്തം SUV-യോ അല്ലെ ഹൈ എൻഡ് വെഹിക്കിൾ യൂസ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ അവർക്ക് ഫോർ സെയിം സോർട്സ് ഓഫ് വർക്ക് ഇപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ലെസ് ഫ്യൂൽ മാത്രമേ വേണ്ടൂ. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വന്തം വണ്ടികളിൽ ഹൈ എൻഡ് വെഹിക്കിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഫ്യൂൽ ഈസ് റിക്വയർഡ്. ചില ആളുകൾ ഇപ്പം എന്നത്തെ എക്സാമ്പിൾ, ചില ആളുകൾ ഇപ്പം ബാത്തിന് വേണ്ടിയിട്ട് എക്സസ് വാട്ടർ ഉപയോഗിക്കും, പക്ഷേ ചില ആളുകൾ കുറച്ച് വെള്ളം ഉപയോഗിക്കും. അങ്ങനെയുള്ള ഓരോ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലിൽ എക്കോളജിനെ, സറൗണ്ടിങ്സിൻ്റെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നതിനെ പറ്റി ഒരു പഠനമാണ് എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ. Another is society, social equity, like is fairness. Okay, ideally everyone in community share in its well-being. Where there is equity, decisions are based on fairness, and everyone, regardless of the race, income, sex, age, language, sexual orientation or disability, has opportunity and it's to treated with dignity. So that means social equity എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ കളർ, റിലീജിയൻ, റേസ് അല്ലെങ്കിൽ സെക്സ്, ഏജ്, ഓക്കെ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എവ്രിബഡി ഈസ് ഹാവിങ് സെയിം റൈറ്റ് to live here in the same should be treated in a dignified with the dignity, and also they all have the same opportunity and right to live here. So that is social equity. ഈ 3 ടേംസ് ആണ് 3 E's എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Sustainable development is the development that meets the needs of the present without compromising the ability of future generations to meet their own needs. So sustainable development എന്ന് പറഞ്ഞാൽ നമുക്ക് we need to develop different methods so that by using those methods we can the future generation we can live peacefully, but it should not affect the future generation also. Sustainable development overlaps with the idea of sustainability. UNESCO formulated the distinction between two concepts as follows. Sustainability is often thought as a long-term goal. Sustainability എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഗോളാണ്. അത് അച്ചീവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നൗ വൺ മോർ ടേം ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, SDG. ഇപ്പോൾ നമ്മൾ യുനെസ്കോ
സോറി UN. ഓക്കെ, UN 2015 ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അതിൽ 15 സെറ്റ് ഓഫ് സീരീസ് ഓഫ് 17 സസ്റ്റൈനബിൾ ഗോൾസ്, 17 സസ്റ്റൈനബിൾ ഗോൾസ് അവർ റെക്കമെൻഡ് ചെയ്തു. അതാണ് ദാറ്റ് ഈസ് കോൾഡ് ആസ് 2030 അജണ്ട. സോ ഇൻ ദി ഇയർ 2015 UN റെസൊല്യൂഷൻ വാസ് ടു സെറ്റ് എ സീരീസ് ഓഫ് 17 സസ്റ്റൈനബിൾ ഗോൾസ്, ഡെവലപ്മെൻറ്റ് ഗോൾസ് നോൺ ആസ് 2030 അജണ്ട. അപ്പോൾ 2030 അജണ്ടയുടെ ഭാഗമായിട്ട് UN 2015 സെറ്റ് ചെയ്തിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 17 എണ്ണം ഉണ്ട്. അതിൽ ചിലത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇംപ്രൂവ്മെൻറ്റ്സ്. സോ അതിൽ വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ വരുന്ന 17 ഗോളുകൾ എന്ന് വെച്ചാൽ സൊസൈറ്റീൻ്റെ ടേമിൽ, സൊസൈറ്റീൻ്റെ അണ്ടറിൽ വരുന്നത് പോവർട്ടി, ഹങ്കർ, ഹെൽത്ത്, വെൽബീയിങ്, എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വിറ്റി, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സോ ദീസ് ആർ ദി 6 terms coming under society. Then you have economy. So അതിൽ വരുന്നത് energy systems, work and economic growth, industry and infrastructure, inequalities, sustainable cities, consumption and production. പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ അതിൻ്റെ കൂടെ വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ എക്കോസിസ്റ്റം, ലാൻഡ് എക്കോസിസ്റ്റം. ഈ 15ൻ്റെ കൂടെ ഒരു രണ്ട് ഗോൾസ് കൂടിയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റിംഗ്സ് ആൻഡ് പാർട്ട്ണർഷിപ്സ്. ഇത് രണ്ടെണ്ണം ജനറൽ ആയിട്ടുള്ള ഗോൾസ് ആണ്. സോ 2 more goals are in general. One, consider the institutional settings, particularly the rule of law and efficiency of government services. The issue of international partnerships implies aid mechanism to help nations facing temporary disruption such as drought. സോ ഇങ്ങനെ അതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ ഇതാണ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. നെക്സ്റ്റ് ഹെഡിങ് ഈസ് റോൾ ഓഫ് ടെക്നോളജി ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Technology has a significant role to play in achieving development, and its integration can provide sustainable solutions for energy, agriculture, water, transportation, and waste management, among other areas. Below are some examples how technology can contribute to sustainable development. First വരുന്നത് energy. The world is experiencing an energy crisis due to increasing demand for energy and a finite supply of fossil fuels. Technology provides sustainable solutions through renewable energy sources such as solar, wind, hydroelectric power, etc. So we know that the fossil fuels, there is a reduction in fossil fuel. So most of the fossil fuel are already consumed. So അതുകൊണ്ട് in future generation ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ some other source of energy is required. അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ സോളാർ, റിന്യൂവബിൾ എനർജീസ് ആയിട്ടുള്ള സോളാർ, വിൻഡ്, ജിയോ തെർമൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ടെക്നോളജി വേണം. ദീസ് റിന്യൂവബിൾ എനർജി ആർ ക്ലീൻ, അഫോർഡബിൾ ആൻഡ് ദർ ഇൻറ്റഗ്രേഷൻ ക്യാൻ റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഇതാണ് ഈ ഒരു ടേം. ഓക്കെ, റിന്യൂവബിൾ എനർജിയുടെ യൂസേജ്. ദെൻ അഗ്രികൾച്ചർ. ടെക്നോളജി ക്യാൻ ലോകത്ത് ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് അഗ്രികൾച്ചറിന് ഫുഡ് സെക്യൂരിറ്റി. ലോട്ട്സ് ഓഫ് പീപ്പിൾ are not getting proper protein food like etc. Okay, so that's a big issue. There are several nations facing this food crisis. So അങ്ങനെയുള്ളവർ so to overcome that, technology can contribute to sustainable agriculture through precision farming, which involves use of technology such as drones, sensors, etc. Okay, ഇത് ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി മനസ്സിലാക്കാം. സോ ദാറ്റ് agriculture can be done. Next one is water. Technology can provide sustainable solution for water management through use of smart water systems, which involves use of sensors and data analysis to monitor and manage water sources. Water sources എവിടെയുള്ളത്, വാട്ടറിൻ്റെ അവൈലബിലിറ്റി എവിടെയുള്ളതെന്ന് മനസ്സിലാക്കാൻ ടെക്നോളജി യൂസ് ചെയ്യാം, സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ critical aspect of development, and technology can provide sustainable solutions through electric vehicles. ട്രാൻസ്പോർട്ടേഷനിൽ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽഡ് വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള മോഡേൺ ടൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് IC എൻജിൻ ഡ്രിവൺ വെഹിക്കിൾസ്, മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ
ഹൈഡ്രജൻ സോഴ്സ് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ടെക്നോളജിയുടെ ആവശ്യമുണ്ട്. Another term is waste management. Technology can provide sustainable solutions for waste management through use of waste to energy technologies, recycling and composting. These technologies can reduce waste generation, conserve sources and promote sustainable consumption and production. These are the some role for technology in sustainable development. Next we have challenges facing ineducate infrastructure. Okay, sufficient infrastructure illa, so integration of technology in sustainable development requires educate infrastructure including broadband, internet, electricity and etc. ഈ ഒരു ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് അത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതൊരു ഇഷ്യൂ ആണ്. ദെൻ ലാക്ക് ഓഫ് എക്സസ് ഓഫ് ടെക്നോളജി ഹൈലി അഡ്വാൻസ്ഡ് രാജ്യത്തിന് മാത്രമേ ടെക്നോളജി ഉള്ളൂ. പുവർ നേഷൻസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് നേഷൻസിന് ഇത് ടെക്നോളജി ഇല്ല, അതുകൊണ്ട് ലാക്ക് ഓഫ് എക്സസ് ഓഫ് ടെക്നോളജി. ദെൻ എക്കണോമിക് ബാരിയേഴ്സ്. ഓക്കെ, ദെൻ വി ഹാവ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. ദെൻ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ് ടെക്നോളജി, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ വി ഹാവ് യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, MDGs. United Nations Millennium Declaration signed in September 2000. There are eight goals that UN member states have agreed. 8 goals എന്തൊക്കെയാണെന്ന് വെച്ചാൽ they are called Sustainable Development Goals, SDGs. So SDGs that was succeeded by MDGs in the year 2016. Okay, so SDG 2000 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതിനുശേഷം MDG വന്നു, അത് 2016 MDG ആണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. ഈ യുഎനിലെ 191 രാജ്യങ്ങൾ, പിന്നെ 22 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ കമ്മിറ്റഡ് ടു ഹെൽപ്പ് ആൻഡ് അച്ചീവ് ദി ഫോളോയിങ് MDGs by 2015. ഇതാണ് അവരുടെ ഗോൾ. ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, to achieve universal primary education, to promote gender equity and empower women, to reduce child mortality, to improve maternal health, to combat HIV, AIDS, malaria, etc., to ensure environmental sustainability, to develop global partnership for development. ഇതാണ് 8 goals, Millennium Development Goals. Then we have another term is Kyoto Protocol. Kyoto is a city in Japan. So India 1997 Kyoto Protocol ജപ്പാനിൽ നടന്ന 11th ഡിസംബറിലാണ് Kyoto Protocol. ഇത് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, ഗ്രീൻ ഹൗസ് എമിഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ്. Okay, now we have a clean development mechanism. Purpose of clean development mechanism is to promote clean development in developing countries. It is a UN-run carbon offset scheme allowing countries to fund greenhouse emissions reducing projects in other countries and claim the saved emissions as part of their own effort to meet international emission targets. അപ്പോൾ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോളാണ് ഈ CDM ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതെന്ന് വെച്ചാൽ കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ ഓഫ്സെറ്റ് എന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഡെവലപ്ഡ് നേഷൻസിന് ഡെവലപ്ഡ് നേഷൻസ് ലെസ് ഡെവലപ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസിന് ഫണ്ട് കൊടുത്തിട്ട് അവരിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് വാങ്ങിക്കാനുള്ള ഒരു പ്രൊവിഷനാണ്. അതുകൂടാതെ ദേ ഇംപ്ലിമെൻറ്റഡ് three conditions. That is, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ടേം ഈസ് അനെക്സ് 1 കൺട്രീസ്. അനെക്സ് 1 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ആണ്. പിന്നെ അനെക്സ് 2 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇതിനകത്ത് the countries are given an option to meet their targets. So Kyoto Protocol പറഞ്ഞിരിക്കുന്നത് countries are given an option to meet their targets through one of the following 3 mechanisms provided under Kyoto Protocol. എന്ന് വെച്ചാൽ ഈ എല്ലാ രാജ്യങ്ങൾക്കും കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഓക്കെ, അതിൽ ഈ രാജ്യങ്ങൾക്ക് ഈ 3 മെത്തേഡ്സിൻ്റെ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ.
അതിൽ ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ് ഈസ് ഫോർ NX1 കൺട്രീസ്, ദറ്റ് ഈസ് ഡെവലപ്ഡ് കൺട്രീസിനുള്ളതാണ് ജോയിൻറ്റ് 1 ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ JI എന്ന് പറഞ്ഞാൽ അതിൽ പ്രൊജക്ട്സ് ജോയിൻറ്റ്ലി ഫണ്ടഡ് ബൈ എൻ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി വിത്ത് അനദർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി. സോ അതിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലെങ്കിൽ NX1 കൺട്രീസ് മറ്റ് NX1 കൺട്രീസുമായിട്ട് ചേർന്നിട്ട് പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് അലൗസ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ടു മീറ്റ് പാർട്ട് ഓഫ് ദ റിക്വയർഡ് ടാർഗറ്റ്സ് of emission reduction by paying for project that reduce emissions in other industrialized countries. The mechanism thus allow generation of carbon credits from projects within the Annex 1 countries. Particularly, this means projects built in countries of Asian, Europe, and former Soviet Union economy is in transitions paid for by Western European or North American countries. So basically it is just ഡെവലപ്ഡ് കൺട്രീസ് ജോയിൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡാണ്. നെക്സ്റ്റ് ഈസ് ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് ട്രേഡിംഗ് ബിറ്റ്വീൻ NX1 കൺട്രീസ് ബൈ പെർമിറ്റിംഗ് ദീസ് കൺട്രീസ് ടു ട്രാൻസ്ഫർ പാർട്ട് ഓഫ് ദർ അലൗഡ് എമിഷൻ ടു ഈച്ച് അതർ. ദാറ്റ് മീൻസ് ഇതൊരു കാർബൺ ക്രെഡിറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. Individual industrialized countries can mandatory emission targets, but it is understood that some may do better than expected for or may reduce emission more than targets, while other may not meet the targets. This mechanism allows NX1 countries that have emission units to spare or to sell this excess capacity of NX1 countries. That means international trading, emission trading എന്ന് പറഞ്ഞാൽ ഈ NX1 കൺട്രീസ് മറ്റ് NX1 കൺട്രീസുമായിട്ട് കാർബൺ ക്രെഡിറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാർബൺ ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് മറ്റു രാജ്യങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന അതിനുള്ള പേ ചെയ്യുന്നതിനുള്ള മെക്കാനിസമാണ് ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ഇറ്റ്സ് എ agreement between NX1 countries and NX2 countries. That means it's a mechanism whereby NX1 countries may buy the emission reductions arising out of the implementation of the project located in non-NX1 countries. Non-NX1 countries വരുന്ന ഡെവലപ്പിംഗ് കൺട്രീസ്, ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് വാങ്ങിച്ച് NX1 കൺട്രീസിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് അവർ വാങ്ങിച്ചിട്ട് അവർക്ക് ഫണ്ട് കൊടുക്കുന്ന, ഈ non-NX1 കൺട്രീസിന് ഫണ്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. സോ ദാറ്റ് ഇപ്പം non-NX1 കൺട്രീസ് പുവർ നേഷൻസ് ആണ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ദേ വിൽ ഗെറ്റ് ഫണ്ട് ഫ്രം ദി ഡെവലപ്ഡ് കൺട്രീസ്. സോ ദേ വിൽ ട്രൈ ടു മാക്സിമം റെഡ്യൂസ് ദി emissions, okay, carbon dioxide and greenhouse emissions. So that's a good thing for the non-NX1 countries. Out of these three mechanisms of Kyoto Protocol, CDM is the only mechanism where developing countries can participate and join in mitigation of the climate change. Through CDM, developing countries can implement greenhouse gases mitigation projects in developing countries at reduced costs. സോ ഇതൊക്കെയാണ് ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് MCA 201 എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.